So, one more doubt about Patel. Was he an extreme right-wing politician, basically? Do you think so? I don't think so. I don't think so. But they are all right-wing. ഇന്ത്യയിലെ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും ഗാന്ധി എക്സ്ട്രീംലി റൈറ്റ് വിങ് ആണ്. എക്സ്ട്രീംലി റൈറ്റ് വിങ് ആണ് ഗാന്ധി. അല്ലെ പിന്നെ റൈറ്റ് വിങ് എന്താണെന്ന് നിങ്ങൾ പറയണം. ആ സ്പെക്ട്രത്തിലെ ഏത് കാര്യം എടുത്താലും റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് സ്പെക്ട്രത്തിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എക്സ്ട്രീംലി റൈറ്റ് വിങ് പൊളിറ്റീഷ്യനാണ് ഗാന്ധി. ഗാന്ധി അക്കാര്യത്തിൽ അതിജീവിക്കാനായിട്ടൊരു ഇസ്ലാമിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഹൈലി റിലീജിയസ് ആയിട്ട് എനി റിലീജിയൻ മാത്രമേ കഴിയുള്ളൂ. ഇവരെ ആളനുസരിച്ച് ഡെഫിനേഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഗാന്ധിയൊക്കെ ഭയങ്കര ലെഫ്റ്റ് വിങ് ആയിരിക്കും പറഞ്ഞു വരുമ്പോൾ. കാര്യം ഗാന്ധി എന്താണ്, ഗാന്ധി സ്വദേശി പറഞ്ഞു. സ്വദേശി ലെഫ്റ്റ് വിങ് ആണോ റൈറ്റ് വിങ് ആണോ? ഇതൊക്കെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയം ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ സ്ലോവാക്യയുടെ പ്രസിഡന്റ്, ഹംഗറിയുടെ പ്രസിഡന്റ് വിക്ടർ ഓർബാൻ, ഇവർ രണ്ടുപേരെ നിങ്ങൾ എടുത്തു നോക്കും. ഒരാൾ ലെഫ്റ്റ് വിങ് പോപ്പുലിസ്റ്റ് ആണ്, ലെഫ്റ്റ് ആണ് അയാൾ എപ്പോഴും. അയാൾ ലെഫ്റ്റ് വിങ് ലീഡറായിട്ടാണ് സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയാണോ പ്രസിഡന്റ് ആണ്, ഐ മീൻ പ്രധാനമന്ത്രി, ഈസ് എ പ്രൈം മിനിസ്റ്റർ നോട്ട് പ്രസിഡന്റ്. ഇപ്പൊ പുട്ടിനെ വന്ന് കണ്ടിട്ടുണ്ട്. ഈ വിക്ടർ ഓർബൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അല്ലെ, പുള്ളി ഭയങ്കര റൈറ്റ് വിങ് ആണ്, പോപ്പുലിസ്റ്റ് ആണ്. ലെഫ്റ്റ് വിങ് പോപ്പുലിസ്റ്റും റൈറ്റ് വിങ് പോപ്പുലിസ്റ്റും. ഈ ലെഫ്റ്റ് റൈറ്റിലെ ഒരു അപഹാസ്യമായിട്ട് ട്രംപിനെ വിളിക്കുന്നതാണ് റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് ആണ്. ട്രംപ് പറയുന്നത് താരിഫ്, അതെന്ത് സാധനം? അത് ലെഫ്റ്റ് വിങ് സാധനമാണ്. പ്രൊട്ടക്ഷനിസം, അത് ലെഫ്റ്റ് വിങ് സാധനമാണ്. ക്ലോസ്ഡ് എക്കോണമി, അത് ലെഫ്റ്റ് വിങ് സാധനമാണ്. പ്രൈസ് കൺട്രോൾ, അത് എല്ലാം ലെഫ്റ്റ് വിങ് സാധനമാണ്. പക്ഷെ ട്രംപ് ഭയങ്കര റൈറ്റ് വിങ് കൺസർവേറ്റീവ് ആണ്. അല്ല, റൈറ്റ്. അതങ്ങൊരു ചുമ്മാതെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ. ഈ സ്ലോവാക്യയുടെ ഭരണത്തലവനും ഹംഗറിയുടെ ഭരണത്തലവനും ഒരാൾ റൈറ്റ് വിങ്, ഒരു ലെഫ്റ്റ് വിങ്. ഇവരുടെ അടിസ്ഥാന നയങ്ങൾ എന്താണ്? രണ്ടുപേരും ഒരേപോലെ ആന്റി ഇമിഗ്രൻസ് ആണ്. മുസ്ലിം ഇമിഗ്രൻസിനെ തങ്ങളുടെ രാജ്യത്ത് ഒരാളെ പോലും കയറ്റില്ല എന്നാണ് സ്ലോവാക്യയുടെ ലെഫ്റ്റ് വിങ് പ്രസിഡന്റ് പറയുന്നത്. പ്രസിഡന്റ് ആ പ്രൈം മിനിസ്റ്റർ. ഇത് തന്നെയാണ് വിക്ടർ ഓർബനും പറയുന്നത്. അങ്ങനെ വാട്ട് ഇസ് ദ ഡിഫറൻസ്? നിങ്ങളിങ്ങനെ പട്ടേൽ ലെഫ്റ്റ് വിങ് ആണോ റൈറ്റ് വിങ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ കാര്യം? ഈ പോപ്പുലിസം ഒക്കെ ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ ഡിമാർക്കേഷൻ അല്ലെ ഡിവിഷൻ, ഡയക്കോട്ടമില്ലെങ്കിൽ ഒരു കഴമ്പുമില്ല. ആളുകൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവർ വിചാരിക്കുന്ന ഈ ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പുരോഗമനപരവും, റൈറ്റ് വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് അതിന്റെ ഓപ്പോസിറ്റുമാണ്. അപ്പൊ ഞാൻ ലെഫ്റ്റ് വിങ് ആണ്, അപ്പൊ ഞാൻ ഭയങ്കര കേവനാണ് എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ഇപ്പോഴും ഇങ്ങനെ. അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് പല ഓവർലാപ്പിംഗ് ഏരിയാസും ഒക്കെ ഉണ്ട്. എന്നോട് ചിലർ പറയേണ്ട റൈറ്റ് വിങ് ആണോ നിങ്ങൾ ചോദിച്ചത്. റൈറ്റ് വിങ് എന്തിന്റെ കാര്യത്തിലാണ്? അത് റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പൊതുമേഖലയെ എതിർക്കുന്നു, അതുകൊണ്ട് റൈറ്റ് വിങ്. അതാണ് പൊതുമേഖല, എക്കണോമിക്സിലെ പൊതുമേഖലയെ എതിർക്കുന്നുണ്ട് റൈറ്റ് വിങ് ആണ്. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്, ഇസ്ലാം ക്രിറ്റിസിസം നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളാരും നടത്താറില്ല, ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞ ഇടതുപക്ഷക്കാരെ ചെയ്യാറില്ല, നിങ്ങളത് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് വിങ്. റൈറ്റ് വിങ്ങുകാരാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എത്ര സില്ലിയാണ് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ എക്സ്ട്രീം റൈറ്റ് വിങ് ആണോ ഇന്നാരെ എന്നൊക്കെയുള്ള ചോദ്യത്തിനകത്ത് വലിയ കാര്യമില്ല.